നിങ്ങൾ ഈ ഗ്രാഫിൽ കാണുന്ന പോലെ ഒട്ടും മദ്യപിക്കാത്തവരും ഒരുപാട് മദ്യപിക്കുന്നവരും തമ്മിൽ ഇടയിൽ നിൽക്കുന്ന ഈ പോപ്പുലേഷൻ കണ്ടില്ലേ? അതായത് വളരെ കുറച്ച് മദ്യപിക്കുന്ന ആൾക്കാർ. ഇവരിൽ ഓൾ കോസ് മോർട്ടാലിറ്റി അല്ലെങ്കിൽ ആയുർദൈർഘ്യം കൂടുതലാണെന്നാണ് ഗ്രാഫ് പറയുന്നത്. ഇതുകൊണ്ടാണ് ഒട്ടുമിക്ക ഡോക്ടർമാരും ആൽക്കഹോൾ വളരെ ചെറിയ അളവിൽ നല്ലതാണെന്ന് പറഞ്ഞു വന്നിട്ടുള്ളത്. പക്ഷെ ഇതിനൊരു പ്രശ്നമുണ്ട്. ഈ സ്റ്റഡി നടക്കുന്നത് 1920-ലാണ്. മാത്രമല്ല ഇതിൽ പല ഫാക്ടേഴ്സും എടുക്കാനും മറന്നുപോയിട്ടുണ്ട്. അതായത് വളരെ കുറച്ച് മദ്യപിക്കുന്ന ആൾക്കാരിൽ അവരുടെ ലൈഫ് സ്റ്റൈലും ബെറ്റർ ആണെന്നുള്ള കാര്യം ഇവരെടുക്കാൻ വിട്ടുപോയി. ഇവർ കുറച്ച് മദ്യം കഴിക്കുകയും അതിൻ്റെ കൂടെ നല്ല എക്സസൈസും നല്ല ഫുഡും കഴിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവരുടെ ആയുർദൈർഘ്യം അല്ലെങ്കിൽ ലൈഫ് എക്സ്പെക്ടൻസി കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. ഇതുകൊണ്ടാണ് WHO ഈ അടുത്തായിട്ട് പറഞ്ഞിട്ടുള്ളത് ആൽക്കഹോളിന് ഒരു സേഫ് ലിമിറ്റ് ഇല്ല എന്നുള്ളത്. കാരണം ചെറിയ അളവിൽ തന്നെ ഇതിന്റെ ദൂഷ്യഫലങ്ങൾ വളരെ കൂടുതലാണ്. ഉദാഹരണത്തിന് തലച്ചോറ് ചുരുക്കുക, അന്നനാളത്തിലെ ക്യാൻസർ, വായിലെ ക്യാൻസർ, മാത്രമല്ല നിങ്ങളുടെ സിമന്റ് ക്വാളിറ്റി, പ്രൊഡക്ഷൻ എല്ലാം കുറയുന്നതാണ്. സോ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ മദ്യം കുടിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ.